ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നെൻ്റെ വിശേഷം എല്ലാവരും ഹാപ്പി അല്ലേ? അപ്പം ഞങ്ങളിവിടെ നല്ല അടിപൊളിയായിട്ട് നല്ല ഹാപ്പി അല്ലേ ഉണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക, ലൈക്ക് ആക്കുക, ഷെയർ ആക്കുക. അപ്പോൾ ഞാൻ നേരെ റെസിപ്പിയിലോട്ട് പോകട്ടെ. ഇത് ഒരു ഈസി ആയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിനുള്ള തക്കാളി ഉള്ളിയൊക്കെ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് അതിലേക്ക് ഒരു ചെറുതായിട്ടൊരു മയണൈസ് ഉണ്ടാക്കുന്നതാണ്. മയണൈസ് ഉണ്ടാക്കുമ്പോൾ ഒരു ട്രിക്കായിട്ടോ ഇത് ഞാൻ ഇപ്പോൾ യൂസ് ആക്കിയിട്ടുള്ളത്. ഇതിൽ ഈ മുട്ടയിൽ ചൂടുവെള്ളത്തിൽ ഒരു 2 മിനിറ്റ് നല്ല ചൂടുള്ള വെള്ളത്തിൽ ഒരു 2 മിനിറ്റ് ഇട്ട് വെക്കണം. എന്നിട്ട് അതിലേക്ക് ഒരു 2 അല്ലി വെളുത്തുള്ളിയും പിന്നെ ഈ മുട്ടയും പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സിയിൽ ബീറ്റാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് ഓയിലും ഒഴിച്ച് കൊടുത്തിട്ട് ആദ്യം ഒന്ന് ബീറ്റാക്കി എടുക്കുക. ഒരു 1/4 കപ്പ്, ഒരു മുട്ടയ്ക്ക് 1/2 കപ്പാണ് ഓയിൽ. അപ്പോൾ ആദ്യം ഒരു 1/4 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ബീറ്റാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് വീണ്ടും അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങയുടെ നീരും പിന്നെ കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് 1/4 കപ്പ് വീണ്ടും ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ബീറ്റാക്കിയിട്ട് എടുക്കുക. അത്ര തന്നെ. അപ്പോൾ നല്ല തിക്കായിട്ടുള്ളൊരു മയണൈസും കൂടി റെഡി ആയിട്ട് കിട്ടുന്നുണ്ട്. എന്നിട്ട് ഞാൻ ബ്രെഡില്ലേ ടോസ്റ്റ് ആക്കിയിട്ട് എടുക്കാൻ പോവുക. ആദ്യം തന്നെ ഒന്ന് ബ്രെഡ് തിരിച്ചു മറിച്ചിട്ട് ഒന്ന് ഗ്രിൽ പാനിൽ വെച്ചിട്ട് ഒന്ന് ടോസ്റ്റ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ടോസ്റ്റ് ആക്കണമെന്നിട്ട് നിർബന്ധമൊന്നുമില്ല, പക്ഷേ ടോസ്റ്റ് ആക്കിയാൽ കുറച്ചും കൂടി ഒരു ക്രിസ്പിനെസ് ഉണ്ടാവും സാൻഡ്വിച്ചൊക്കെ. അതുകൊണ്ട് ഞാൻ ഒന്ന് ടോസ്റ്റ് ആക്കിയിട്ട് എടുത്തതാണ് ഗ്രിൽ പാനിൽ വെച്ചിട്ട്. ഇനിയിപ്പോഴത്തെ ഞാനൊരു ഓംലെറ്റ് ഉണ്ടാക്കാൻ പോവാം. അപ്പോൾ ഓംലെറ്റ് ഞാനിപ്പോൾ ഇവിടെ ഒരു 5 മുട്ടൻ്റെ ഓംലെറ്റ് ആക്കാൻ പോവാം. എന്ന് വെച്ചാൽ ഒന്നിച്ചിട്ടല്ല, ഒരു 5 ഓംലെറ്റ് ആക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു ഉള്ളി ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി കട്ടാക്കിയിട്ട് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഇട്ട് കൊടുത്തത്. പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, ഉപ്പ് ഇതെല്ലാം ഇട്ടിട്ടൊന്ന് ബീറ്റാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ഞാൻ എല്ലാം ബീറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഒരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു തവി ഓംലെറ്റ് ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് പാനിൽ തന്നെ ഇങ്ങനെ ചുറ്റിക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ബ്രെഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത്രയുള്ളൊരു സിമ്പിൾ ഈസി ആയിട്ടൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതാ ഒന്ന് ജസ്റ്റ് ഒന്ന് മുക്കിയിട്ട് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഈ ഓംലെറ്റിന് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എങ്ങനെയൊക്കെയോ സാൻഡ്വിച്ചൊക്കെ റെഡിയാക്കാൻ പറ്റുന്നുണ്ടല്ലോ, അപ്പോൾ അതിലൊരു സാൻഡ്വിച്ചാണിത്. എന്നിട്ട് ഇത് ഈ ബാക്കി ഇതിൻ്റെ ചുറ്റുള്ള ഓംലെറ്റിനെ എല്ലാം അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ബ്രെഡിനെ അതിൻ്റെ മുകളിൽ മറിച്ചിട്ട് കൊടുക്കുക. അതിന് മുമ്പ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മയണൈസ് ഇപ്പോൾ ഇട്ട് കൊടുക്കാം, ഇങ്ങനെ മടക്കുന്നതിന് മുമ്പ്. അതെല്ലാം എന്നുണ്ടെങ്കിൽ എടുത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കട്ടാക്കുമ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഈസി ആയിട്ടുള്ളൊരു സാൻഡ്വിച്ച് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.